குட்டீஸ் எப்படி இருக்கு எல்லாവർക്കും സൗഖ്യമാ തമിഴ്നാട്ടിൽ വന്നപ്പോൾ ഒരു തമിഴ് ടച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഊട്ടിയിൽ. രാവിലെ എണീറ്റ് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. അതിനിടയ്ക്ക് പല്ല് തേപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒരു 7:30 കറക്റ്റായിട്ട് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിനകത്ത് വലിയ തിക്കും തിരക്കും കാര്യങ്ങളൊന്നും കാണില്ല. പിന്നെ 8 8:30 ആയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൂടെ ഞങ്ങൾ മിക്കപ്പോഴും ഒരു 8 മണിക്കുള്ളിൽ പോവാറുണ്ട്. എന്നിട്ട് തന്നെ ഇന്ന് ഒരു 10-15 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇനിയിപ്പോൾ ഏത് റിസോർട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് എന്ന് ചോദിക്കുന്നവർക്ക് ഇത് മാംഗോ ഹിൽസ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അടിപൊളി സർവീസായിരുന്നു. അതേപോലെ തന്നെ ഫുഡും നമുക്ക് അവിടുത്തെ താമസ സൗകര്യവും എല്ലാം സൂപ്പർബായിരുന്നു. അവരുടെ ഒരു പെരുമാറ്റവും എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഗസ്റ്റിനോടുള്ള പെരുമാറ്റമായിരിക്കുമല്ലോ നമ്മളെ അവിടേക്ക് പിന്നെയും ചെല്ലാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. ആ ഒരു കാര്യത്തിൽ ഇവർക്ക് 101% മാർക്ക് കൊടുക്കേണ്ടി വരും. അത്രയും നല്ല സർവീസായിരുന്നു. ഞങ്ങൾ സൺഡേ ഉച്ചയ്ക്കാണ് ഇവിടെ ചെക്ക് ഇൻ ചെയ്തത്. അതേപോലെ വെനസ്ഡേ മോർണിംഗ് 11 ചെക്ക് ഔട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ദിവസത്തെ സ്റ്റേ ഞങ്ങൾക്ക് 50,000 ആണ് ആയിട്ടുണ്ടായിരുന്നത്. ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ബുഫേ ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലസ് നമുക്ക് ചായ, കോഫി, അങ്ങനെ ഈവനിങ് സ്നാക്സ് ഇതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, വെക്കേഷൻ ടൈം ഇവരുടെ സീസണൽ ടൈമിലൊക്കെയാണ് ഇത്രയും റേറ്റ് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് വരുന്നത് കേട്ടോ. അല്ലാത്ത ഓഫ് സീസണിലൊക്കെ പോവുകയാണെങ്കിൽ ഇത്രയും റേറ്റും കാര്യങ്ങളൊന്നും തന്നെ വരില്ല. പിന്നെ നമുക്ക് വെക്കേഷനൊക്കെ നോക്കിയിട്ടല്ലേ പോകാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ക്രിസ്മസ് വെക്കേഷന് ഞങ്ങൾ ഈ യാത്ര പോയത്. അപ്പോൾ അതൊക്കെ നോക്കി ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി ലാഭത്തിൽ സ്റ്റേ ചെയ്ത് ഊട്ടിയൊക്കെ കണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ ഏറ്റവും തണുപ്പും ഏറ്റവും നല്ല ക്ലൈമറ്റിൻ്റെ ആ പീക്ക് ടൈമിൽ നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ നവംബർ, ഡിസംബർ, ജനുവരി ടൈം ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എവിടെ പോയാലും ഇതൊക്കെ തന്നെയായിരിക്കും റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെക്ക് ഔട്ടൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, യാത്രയിലാണ്. അങ്ങനെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഭാഗത്തേക്ക് വന്നു. ഇപ്പോൾ 2 ബൊട്ടാണിക്കൽ ഗാർഡൻ ഊട്ടിയിലുണ്ട് കേട്ടോ. ഒന്ന് കർണാടക ഗവൺമെൻറ്റിൻ്റെ, ഒന്ന് മുന്നത്തെ പഴയ ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ ഇത് പഴയ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടെയാണ് നമ്മൾ ഈ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു. അസഹനീയമായിട്ടുള്ള തിരക്കായിരുന്നു കേട്ടോ ഇത്തവണ അവിടെ ഉണ്ടായിരുന്നത്. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഇച്ചിരി മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. വേഗം പുറത്തേക്ക് ചാടി ഇറങ്ങി. കുറച്ച് കാക്ടസും അങ്ങനത്തെ ചെടികളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ 100 രൂപയാണ് ഈ പോട്ടിലുള്ളതിന് വരുന്നത്. അത് വലിയൊരു സാധനം. എല്ലാവരും ഊട്ടിക്ക് പോയാൽ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കില്ലേ, അത് ഞാനും വാങ്ങിച്ചു. ചെറുതിന് 300 രൂപയാണ് റേറ്റ് പറഞ്ഞത്. ഞാൻ വില പേശി 200 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഊട്ടി ആപ്പിള്, ഊട്ടിയിലത്തെ പ്ലം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ അവിടെ മാത്രം കിട്ടുന്ന ഫ്രൂട്ട്സ് എന്ന പേരിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഊട്ടിയാണല്ലോ, വിലക്കുറവുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിലയായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ സാധനങ്ങൾക്ക് നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചൊക്കെ വില പേശണം. പക്ഷെ അത് ചിലയിടത്ത് മാത്രമേ വർക്ക് ആവുള്ളൂ. അവർക്കിത് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. കാരണം ആയിരക്കണക്കിന് ആൾക്കാരാണ് വന്നു പോകുന്നത്. അപ്പോൾ അവർക്ക് ആരെങ്കിലുമൊക്കെ വാങ്ങിക്കുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. എന്നാലും പറ്റാവുന്നിടത്തൊക്കെ ഞാൻ വില പേശി സാധനങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോന്ന് ഞങ്ങളൊരു ഷോപ്പിൽ കയറി. അതായത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും അതുപോലെ ചോക്ലേറ്റ് ആൻഡ് സ്പൈസസ് ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഷോപ്പിൽ കയറിയത്. ഇതുപോലത്തെ നല്ല ഷോപ്പുകളിൽ കയറിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ നന്നായിട്ട് പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ വഴിയരികിലും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിനൊന്നും അത്രയും ക്വാളിറ്റി ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ നല്ലൊരു ഷോപ്പിൽ കയറിയിട്ടാണ് ഇതൊക്കെ വാങ്ങിച്ചത്. ഇത് കൂടാണ്ട് ബെഞ്ച് മാർക്ക് ചോക്ലേറ്റ് ഫാക്ടറിയിലും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇവിടെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും നമ്മൾ കഴിച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്കും എല്ലാതും നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങളായിരുന്നു. അപ്പോൾ വാങ്ങിച്ചതിനും പൈസ മുടക്കിയതിനും ഒരു ആശ്വാസം തോന്നിയത് അപ്പോഴാണ് കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള ഹിൽ സ്റ്റേഷനിലും മറ്റും ട്രിപ്പിന് വരുമ്പോഴാണ് ഞാൻ കൂടുതലും സ്പൈസസ് ബൾക്കായിട്ട് വാങ്ങിക്കാറുള്ളത്. അല്ലാതെ ബാംഗ്ലൂരിൽ നിന്നും അങ്ങനെ ലോക്കൽ ഷോപ്പുകളിൽ നിന്നൊന്നും ഞാൻ സ്പൈസസ് വാങ്ങിക്കാറില്ല. എക്സെപ്റ്റ് നല്ല ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഷോപ്പിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ വാങ്ങിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഊട്ടിയിലേക്ക് വന്ന വഴിയല്ല നമ്മൾ തിരിച്ചു പോകുന്നത്. കാരണം തിരക്ക് കാരണം കൊണ്ട് വഴി തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂർ എക്സ്ട്രാ ഡ്രൈവ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതൊരു വ്യൂ പോയിൻ്റ് ആണ്. ഞങ്ങൾ കയറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാ പിന്നെയും സെയിം തന്നെ കാണുന്നത് എന്ന് വിചാരിച്ചത് മാത്രമല്ല, ഞങ്ങൾക്ക് ടൈമും കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴി മുഴുവൻ നല്ല തിരക്കായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെയല്ല അങ്ങോട്ട് പോകുമ്പോൾ. ആ
ആളുകൾ ഈ ക്രിസ്മസ് പ്രമാണിച്ച് ആ ക്രിസ്മസിൻ്റെ ദിവസം തൊട്ടാണ് ഇതിൻ്റെ തിരക്ക് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ലീവിനും സൗകര്യത്തിനനുസരിച്ചല്ലേ യാത്രകളൊക്കെ പോരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ പോയാലും ഊട്ടി കണ്ടു തീർക്കണമെങ്കിൽ 2 ദിവസം എന്തായാലും വേണം. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ നോക്കിയിട്ടായിരിക്കും ആളുകൾ വരുന്നത്. ഞങ്ങളിതേ തിരിച്ചു പോകുന്ന വഴി യുക്കാലിപ്സിൻ്റെ മരങ്ങൾ, പലതരം മരങ്ങൾ, അതിങ്ങനെ കൂട്ടമായിട്ട് ഒരു സെറ്റ് മരം നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഒരുപോലത്തെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഈ യാത്രയിൽ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ അതിമനോഹരമാണ്. ഞാൻ ആലോചിക്കായിരുന്നു ആരാണ് ദൈവമേ ഇത്രയും മരങ്ങൾ ഇങ്ങനെ ഒരുപോലെ വെച്ച് പിടിപ്പിച്ചത് എന്ന് കേട്ടോ. അത്രയും ഭംഗിയാണ് കേട്ടോ ഈ ഒരു വഴിയിൽ കൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. പുറത്ത് നല്ല കൊടും തണുപ്പും ആയിരുന്നു. നമ്മൾ ബാംഗ്ലൂരൊക്കെ ഇങ്ങനെ തിക്കും തിരക്കും പിടിച്ചിട്ടുള്ള ഒരു ലൈഫാണല്ലോ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ ക്ലൈമറ്റൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലത്ത് താമസിക്കുക, 2-3 ദിവസം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒന്നാണ് ഊട്ടി. അതുപോലെ മൂന്നാറും വയനാടൊക്കെ കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഉൾപ്പെടുത്താവുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. പറഞ്ഞ് നമ്മൾ മുതുമലൈ ഫോറസ്റ്റ് റിസർവിൽ അകത്ത് കയറിയിട്ടുണ്ട്. ഈ റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും നല്ല സമയത്താണ് കേട്ടോ ഈ വഴി നമ്മൾ പാസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2:30-3 മണി സമയമാണ്. മൃഗങ്ങളൊക്കെ അവരുടെ ഭക്ഷണം തേടി കറങ്ങി നടക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരുപാട് മാനുകളെ കാണാനായിട്ട് പറ്റി. പലതരം മാനുണ്ടായിരുന്നു കേട്ടോ. പുള്ളിമാനും കലമാനും കൊമ്പുള്ള മാനും എല്ലാവരും ഉണ്ടായിരുന്നു. കുട്ടികളും വലിയവരൊക്കെ ആയിട്ട്. അതുപോലെ ആനക്കൂട്ടങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. കൂടുതലും പിടിയാനകളെയാണ് ഞങ്ങൾ കണ്ടത്. കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കങ്ങനെ കാറൊന്നും നിർത്തിയിട്ടിട്ട് ഇവരെ കണ്ട് ആസ്വദിച്ച് പോകാനൊന്നും പറ്റില്ല. പതുക്കെ സ്ലോ ഡൗൺ ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കണ്ടൊന്ന് വീഡിയോ എടുത്ത് മൂവ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തൊന്നും പോയി നിൽക്കാനും പറ്റില്ല. ഇതൊക്കെ സൂം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഈ ഫോറസ്റ്റ് ഗാർഡ്സ് ഉണ്ടാവില്ലേ, അവർ ഇതിൽ കൂടെ കറങ്ങി നടക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കണ്ട ഉടനെ അവർ വണ്ടി എടുത്ത് പോകാൻ പറയും. അല്ലെങ്കിൽ നമുക്ക് പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് പതുക്കെ ഞങ്ങൾ അവരെയൊക്കെ സൂം ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് മൂവ് ചെയ്യണത്. ഇങ്ങനെ തന്നെയാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ 2 ഭാഗത്തും ഫോണൊക്കെ പിടിച്ചിട്ട് ആൾക്കാർ പോകുന്നു കണ്ടോ. അത് ഈ മൃഗങ്ങളെ കാണുമ്പോൾ അതിൽ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. പോകുന്ന വഴി മുഴുവൻ ഇതുപോലെ അനിമൽസ് ആയിരുന്നു കേട്ടോ. പലതരം ഉണ്ടായിരുന്നു. എന്ന് കരുതി സിംഹം പുലി ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും നമുക്ക് ഇവരെയൊക്കെ ഈ വന്യമൃഗങ്ങളെ കാട്ടിൽ താമസിച്ച് ഉല്ലസിച്ച് നടക്കുന്നവരെ കാണാനായിട്ട് ഒരു പ്രത്യേക രസമായിരിക്കുമല്ലോ. സൂലൊക്കെ പോയി ഇവർക്കൊന്നും ഒരു ഉഷാറും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ അവർ ചാടിത്തുള്ളി നടക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അവരുടെ ഫ്രീഡം അവർ ആസ്വദിക്കുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും അവർ കാണുമ്പോൾ. എത്ര വലിയ സ്വർണ്ണക്കൂട്ടിൽ അടച്ചിട്ടാലും ബന്ധനം തന്നെയാണെന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ കേട്ടോ. അതിപ്പോൾ മനുഷ്യരുടെ കാര്യത്തിൽ അങ്ങനെയാണ്. ഫ്രീഡം ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുമോ? അതുപോലെ തന്നെ ഇവരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ബൈസനെ കണ്ടു കേട്ടോ. ബൈസൺ ഒരുപാട് കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് പെട്ടെന്നാണ് വന്ന് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. ഒരു 10 സെക്കൻഡ് മാത്രമേ നമ്മളവിടെ നിന്നുള്ളൂ കേട്ടോ ഒന്ന് വീഡിയോ എടുക്കാൻ. അത് എനിക്ക് ഈ വീഡിയോ ക്രേസ് ഉള്ള കാരണം കൊണ്ട് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഫോറസ്റ്റ് കടന്ന് ചെക്ക് പോസ്റ്റും താണ്ടി മുന്നോട്ട് പോകുന്നു. ഇനി നമുക്ക് കർണാടകയിലേക്ക് എൻട്രി ചെയ്യണം. അങ്ങോട്ട് പോകുന്നവർ മുഴുവൻ ചെക്ക് ചെയ്തിട്ടാണ് കടത്തി വിടുന്നത് കേട്ടോ. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നവരെ അധികം ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. അത് കാരണം കൊണ്ട് വലിയ ക്യൂ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ വന്ന സമയത്താണെങ്കിലും വലിയ തിരക്കൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു ക്രിസ്മസിൻ്റെ ടൈമിൽ അങ്ങോട്ട് പോകുന്നവർക്കാണ് നല്ല ക്യൂവിലും ഇതുപോലെ വണ്ടി മണിക്കൂറോളമൊക്കെ ചെക്ക് പോസ്റ്റിലൊക്കെ തടഞ്ഞു നിർത്തലും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കേട്ടിരുന്നു. നമുക്കിതൊന്നും എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കർണാടക സ്റ്റേറ്റിലേക്ക് കടക്കുകയാണ്. ഇത് കടക്കണോട് കൂടിയിട്ടാണ് വേറൊരു ഫോറസ്റ്റ് വരുന്നത്. നമ്മുടെ ബന്ദിപ്പൂരാണ് കേട്ടോ. അപ്പം ഞങ്ങളിതേ പതുക്കെ കടന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കാണാം നിങ്ങൾ പുളിമിഠായും ഗ്യാസ് മിഠായും ഇരിക്കുന്നുണ്ട്. ഇതിനെ നിങ്ങൾ ഗ്യാസ് മിഠായി എന്നാണോ പറയുന്നത്? പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് 50 പൈസയ്ക്ക് 20 പൈസയ്ക്കൊക്കെ കിട്ടിയിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിപ്പോൾ ഓരോ ബോട്ടിൽ കിട്ടണമെങ്കിൽ 50 രൂപയൊക്കെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ പഴയൊരു ഓർമ്മയാണ് എനിക്ക്. ഇങ്ങനത്തെ പഴയ ഓർമ്മകളോട് ഭയങ്കര ഇഷ്ടമായ കാരണം കൊണ്ട് ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വഴിയിൽ. അപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനകത്തേക്ക് കിടക്കുകയാണ്. ഇതിന് മുന്നേ ഞങ്ങൾ
മുതുമലൈ ഫോറസ്റ്റിൻ്റെ ആ ഏരിയയിൽ കൂടിയാണ് നമ്മൾ കടന്നു വന്നത് കേട്ടോ. അപ്പം അത് കാരണം കൊണ്ട് 2 കാട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ 2 കാട്ടിലെയും ആനിമൽസിനെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയും നിറയെ ആനിമൽസ് ഉണ്ട്. കൂടുതൽ ഈ മങ്കീസും പിന്നെ ആനകളും മാനുകളും ഒക്കെയാണ്. പലതരം മങ്കി ഉണ്ട് കേട്ടോ, പലതരം കുരങ്ങന്മാർ. നല്ല ഭംഗിയായിരുന്നു ചിലതിനെ കാണാനായിട്ട്. പക്ഷേ നമ്മൾ ഈ വിൻഡോ ഒക്കെ താഴ്ത്തിയിട്ട് നോക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വന്ന് മാന്തി പറിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ഒരു 10-20 സെക്കൻഡൊക്കെ നിർത്തുക, കാണുക, പോവുക, ഇതേ നമുക്ക് സാധിക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ കണ്ട ഒരു ഫാമിലി വിത്ത് കുട്ടി ആനയും കൂടി ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, കൊമ്പന്മാരെ ഒന്നും കണ്ടില്ല. എല്ലാം പിടിയാനകളും കുട്ടികളും ഒക്കെ ആയിരുന്നു. പിന്നെ ഈ മാനുകളുടെ ഒരു എന്താ പറയുക കലവറയാണ് കേട്ടോ. വെള്ളമൊക്കെ കുടിക്കാനാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി കുറേ എണ്ണം നിൽപ്പുണ്ടായിരുന്നു. കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതിങ്ങനെ പാസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയതാണ്. പക്ഷേ ഞങ്ങളെ പറ്റിച്ചു. അത് അപ്പുറത്ത് കൂടെ കടന്നുപോയി. ബാംഗ്ലൂർ ടു ഊട്ടി ഞങ്ങൾക്ക് ടൈം എടുത്തത് 6.5 മണിക്കൂറായിരുന്നു. പക്ഷേ ഊട്ടിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരാനായിട്ട് ഞങ്ങൾക്ക് 9 മണിക്കൂർ എടുത്തു. അത് ഇച്ചിരി ചുറ്റി വളഞ്ഞ് വരേണ്ട കാരണം കൊണ്ടായിരുന്നു കേട്ടോ. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. കാരണം യാത്ര ചെയ്ത് മടുപ്പ് തോന്നി. പക്ഷേ എന്നാലും ആകെ ഒരു ലാഭം ഉണ്ടായത്, കുറേ അനിമൽസിനെ കാണാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ടോയ്ലറ്റ് ആൻഡ് ഭക്ഷണം, ഈ 2 സാധനങ്ങളും നമ്മൾ ഈ കാട്ടിൽക്കൂടെയുള്ള യാത്രയിൽ കിട്ടില്ല. ഊട്ടി ടു ബാംഗ്ലൂർ വരുന്ന വഴിക്ക് എത്രയോ മണിക്കൂറുകൾ നോക്കിയിരുന്നിട്ടാണ് ഞങ്ങൾക്ക് ആകെ ഇച്ചിരി മാഗി കഴിക്കാനായിട്ട് കിട്ടിയത്. അതുകൊണ്ട് എപ്പോഴും കുറച്ച് വെള്ളവും ബിസ്ക്കറ്റുകൾ ഫ്രൂട്ട്സൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. രാത്രി 10 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.